നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. മാതാക്കളിൽ 3-ാം സ്ഥാനമാണ് ഗംഗയ്ക്കുള്ളത്. ഭഗവാന്റെ വിഭൂതിയാണ് ഗംഗ. ഭാരതത്തിൻ്റെ പ്രാണപ്രവാഹമാണ് ഗംഗാനദി. ഭാരതത്തിൻ്റെ ചരിത്ര സ്മൃതികൾ മുതൽ വർത്തമാന ചിന്തകൾ വരെ ഗംഗാമാതാവുമായി ഇഴപിരിയാതെ ഇണങ്ങിച്ചേർന്നിരിക്കുന്നു. ദർശനം, സ്പർശനം, പാനം, സ്നാനം, കീർത്തനം ഇവ കൊണ്ടെല്ലാം ഗംഗയെ നാം ആരാധിക്കുന്നു. ഗംഗയൊഴുകുന്നിടം ഉത്തമ ദേശമാണെന്നും തപോവനമാണെന്നും മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ നദികളിൽ ഗംഗ മാത്രമല്ല നമുക്ക് മാതാവ്. യമുനയും കാവേരിയും പമ്പയും എല്ലാം നമുക്ക് മാതാവാണ്. നദികളോടെല്ലാം അമ്മമാരോടെന്ന പോലെ ഭക്തിഭാവം പുലർത്തുന്നവരാണ് നമ്മൾ. എല്ലാ നദികളെയും അമ്മയെപ്പോലെ കണ്ട് ആദരിച്ച് ആരാധിച്ച് സംരക്ഷിക്കണമെന്നാണ് ഗംഗാമാതാവ് എന്ന ആർഷസങ്കല്പത്തിൻ്റെ അന്തരാർത്ഥം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാലതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യഭോജ്യാദികൾ എന്തു പിന്നെ പറയേണമോ ഞാനെടോ വസ്ത്രാജിന കുശാദ്യങ്ങളാൽ ആസനമുത്തമമായതു കൽപ്പിച്ചു കൊള്ളണം ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്നാവിർമുദ ലിപിന്യാസം കഴിക്കണം. അടുത്തതായി രാമായണ ദർശനം. മുക്തിയിലേക്കുള്ള ക്രിയാമാർഗങ്ങൾ ഏതെല്ലാം എന്ന ലക്ഷ്മണന്റെ സംശയത്തിന് ശ്രീരാമൻ നൽകുന്ന മറുപടിയാണ് രാമായണ ദർശനത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശുദ്ധമായ ഹോമദ്രവ്യം കൊണ്ട് അഗ്നിയെയും സൂര്യനെ ഭൂമിയിലും ആരാധിക്കണം എന്ന് ശ്രീരാമൻ പറയുന്നു. എല്ലാം ഒരുക്കി അരികിൽ വെച്ച ശേഷമായിരിക്കണം ഉപാസകൻ പൂജ ആരംഭിക്കേണ്ടതെന്നും ശ്രീരാമൻ പറയുന്നു. ഈ ഭാഗമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. സങ്കല്പപൂർവം നിത്യകർമ്മങ്ങളെ ചെയ്ത് ഇഷ്ടോപാധിയിൽ ഭഗവത് ഭാവത്തെ കണ്ട് കുളിപ്പിച്ച് അലങ്കരിപ്പിച്ച് അങ്ങനെ ഉപചാരങ്ങളോടുകൂടി നീ പൂജ ചെയ്യൂ. ഇതാണ് ക്രിയാമാർഗം ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ ലക്ഷ്മണനോട് ഉപദേശിക്കുന്നത്. അഗ്നൗ യജിക്ക ഹവിസുകൊണ്ടാതരാൽ അർക്കനെ തണ്ടിലെത്തിങ്കലെന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. അഗ്നൗ യജിക്ക ഹവിസുകൊണ്ട് നേരത്തെ പറഞ്ഞു
അഗ്നിയിൽ ഭഗവത് ഭാവത്തെ കണ്ട് ആരാധിക്കാം, ആദിത്യമണ്ഡലത്തിൽ ഭഗവത് ഭാവത്തെ കണ്ട് ആരാധിക്കാം, വിശിഷ്ടങ്ങളായ പ്രതിമകളിലും ശിലകളിലും കണ്ട് ആരാധിക്കാം എന്ന് പറഞ്ഞു. അതിൽ അഗ്നിയിൽ ഭഗവത് ഭാവത്തെ കണ്ട് ആരാധിക്കുമ്പോൾ ഹവിസ് കൊണ്ടാണ് ആരാധിക്കേണ്ടത്. അപ്പോൾ വിധിപ്രകാരം തയ്യാറാക്കിയ ഹവിസ്, ഹോമദ്രവ്യം, അത് ശ്രദ്ധയോടെ മന്ത്രപൂർവം അഗ്നിയിൽ അർപ്പിക്കണം. അങ്ങനെ ഹവിരർപ്പണത്തിലൂടെയാണ് അഗ്നിയിൽ ദേവതാഭാവത്തെ കണ്ട് ആരാധിക്കേണ്ടത്. എന്നാൽ അർക്കനെയാണെങ്കിലോ സൂര്യനെയാണെങ്കിലോ പറയാണ്, അർക്കനെ തണ്ടിലെത്തിങ്കൽ ഭൂമിയിൽ സൂര്യനെ കണ്ട് ആരാധിക്കണം എന്ന് വെച്ചാൽ അർത്ഥം, പൂജകൻ്റെ മുമ്പിലായിട്ട് ചതുരത്തിൽ മാർജനം ചെയ്ത് ശുദ്ധീകരിച്ച തറയിൽ സൂര്യൻ്റെതായ യന്ത്രങ്ങളെ വരച്ച് അഥവാ ചക്രലേഖനം ചെയ്ത് അവിടെ സൂര്യനെ ഉപാസിക്കും. എന്നാൽ അത്തരം ഉപാസന ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് പറയുകയാണ്, മുമ്പിലെ സർവ്വപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. താൻ എന്തെല്ലാം ഉപചാരങ്ങളെ ചെയ്യാൻ സങ്കല്പിക്കുന്നുവോ അത് ഇത്ര വേണമെന്ന് പറയുന്നില്ല. ബാഹ്യമായ ഒരു ഉപചാരത്തിലുമല്ല പ്രാധാന്യം. ബാഹ്യമായ ഉപചാരം വേണ്ടെന്നൊട്ട് പറയാനും പാടില്ല. വെറും വെള്ളമാണോ സമർപ്പിക്കുന്നത്, അത് മതി, ശ്രദ്ധയോടുകൂടി. അല്ല, വിവിധങ്ങളായ ഉപചാരങ്ങളുണ്ടോ, എന്താണോ താൻ ചെയ്യുന്നത് അത് ആദ്യമേ സമ്പാദനം ചെയ്തിട്ട് വേണം പൂജയ്ക്കിരിക്കാൻ. അല്ലാതെ പൂജ ആരംഭിച്ച് മധ്യേ എഴുന്നേറ്റ് പോയി ആ വസ്തുവകകളെ കൊണ്ടുവന്ന് പൂജ തുടർന്ന് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇപ്പോൾ സങ്കല്പപൂർവ്വം ഇരിക്കുന്നതിന് മുമ്പായിട്ട് പൂജകന് കയ്യെത്താവുന്ന ദൂരത്തിൽ എല്ലാ ദ്രവ്യങ്ങളെയും ഒരുക്കി വയ്ക്കണം. അത് മുഖ്യമാണ്. അതാണ് സർവ്വപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. സാമാന്യമായിട്ട് നമ്മുടെ ഒരു ഉപാസന വിധികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വൈദ്യനും വൈദികനും നിശ്ചയിക്കുന്ന ദ്രവ്യങ്ങളാണ് സാമാന്യമായിട്ട് പൂജാദ്രവ്യങ്ങളൊക്കെ. അപ്പോൾ ശാസ്ത്രീയമായി ബഹുമാന്യമായിരിക്കുന്ന ദ്രവ്യം വേദജ്ഞന്മാർ വിധിച്ചിട്ടുള്ള അനുവദിച്ചിട്ടുള്ള ദ്രവ്യം എന്ന് മാത്രമല്ല, അത് വൈദ്യസമ്മതം കൂടിയായിരിക്കും. എല്ലാം ഔഷധങ്ങളുമായിരിക്കും. അങ്ങനെ വൈദികന്മാർ സമ്മതിക്കുന്ന അനുമോദിക്കുന്ന ദ്രവ്യങ്ങൾ വേണം പൂജയ്ക്ക് ഉപയോഗിക്കാൻ. ഇത് എല്ലാത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ വിചിത്രങ്ങളായിരിക്കുന്ന വസ്തുക്കൾ പ്രചരിക്കുന്നുണ്ട്. നമ്മൾ തന്നെ കുറേ കാണുകയുണ്ടായി. പല സ്ഥലത്തും പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ അല്ലെങ്കിൽ വലിയ ടിന്നുകളിലൊക്കെ വിളക്കെണ്ണ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഇതിനു മുമ്പ് നമ്മൾ കേൾക്കാത്ത വസ്തുവാണ്. എള്ളാട്ടിയെടുക്കുന്നത് എള്ളെണ്ണയുണ്ട്, അഥവാ നല്ലെണ്ണ. തേങ്ങയാട്ടിയെടുക്കുന്നത് തേങ്ങ എണ്ണ ഉണ്ട്, വെളിച്ചെണ്ണ. കടലയാട്ടിയടിക്കുന്നത് കടലയെണ്ണ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വിളക്കാട്ടിയാൽ ഏതെണ്ണയാണ് നമുക്ക് കിട്ടുക? വിളക്കാട്ടിക്കഴിഞ്ഞാൽ എണ്ണ കിട്ടുമോ? ഇപ്പോൾ ഹോട്ടലുകളിലും മറ്റും മാംസം വറക്കാനും പൊരിക്കാനും അതുപോലെ മറ്റ് ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്യാനൊക്കെ ഉപയോഗിച്ച എണ്ണയുടെ അവശിഷ്ടങ്ങൾ ശേഖരിച്ച് 2-3 പ്രാവശ്യം ഫിൽട്ടർ ചെയ്ത് മറ്റ് മൃഗജന്യങ്ങളായിരിക്കുന്ന പല കൊഴുപ്പുകളും ലാഭത്തിൽ കിട്ടുന്നത് മേടിച്ച് മിക്സ് ചെയ്ത് അത് മാർക്കറ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നില്ല, പക്ഷേ ധാരാളം അങ്ങനെ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് പൂജാതി മേഖലകളിൽ പ്രവർത്തിക്കുന്നവരോട്, പ്രത്യേകിച്ചിത് കേൾക്കുന്ന ക്ഷേത്രപ്രവർത്തകരോടും മറ്റും പറയാനുള്ളത്, നിങ്ങൾ പൂജിച്ചില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ വിളക്ക് കത്തിച്ചില്ലെങ്കിൽ വേണ്ട. എന്നാൽ വിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിൽ അത് ശുദ്ധമായ എണ്ണ കൊണ്ട് ചെയ്യണമേ. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള അത്യാചാരങ്ങൾ, വിളക്കെണ്ണ തുടങ്ങിയവ ഉപയോഗിച്ച് ചെയ്യരുതേ. ഇതൊരിക്കൽ പറഞ്ഞപ്പോൾ ഒരാൾ നമ്മളോട് പറഞ്ഞു, സ്വാമി വളരെ വിലക്കുറവാണ്, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യാതിരുന്നാൽ അത്രയും കൊടുക്കണ്ടല്ലോ.
നിങ്ങൾക്ക് നല്ല എണ്ണ വാങ്ങുന്നതിനേക്കാൾ വിലക്കുറവാണിത്, സന്തോഷം. എങ്കിൽ തീരെ ചെയ്യാതിരുന്ന അത്രയും പൈസ ചിലവാക്കണ്ടല്ലോ, അതല്ലേ നല്ലത്. മനസ്സിൽ ദീപം കത്തിച്ചോളൂ, ആ മനോമയമായ ദീപം കൊണ്ട് ഭഗവാനെ പൂജിച്ചോളൂ, ഭഗവാന് സന്തോഷമാവും. അല്ലാതെ ഈ സാധനം വാങ്ങി ഉപയോഗിക്കരുതേ എന്ന് പറഞ്ഞു. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പൂജാദ്രവ്യങ്ങൾ ശുദ്ധങ്ങളായിരിക്കണം. ഇന്ന് പലപ്പോഴും ചന്ദനത്തിരി എന്ന് പറഞ്ഞ് ചില സാധനങ്ങൾ കത്തിച്ചു വയ്ക്കും. ഒരു തിരിയുടെ പരസ്യം നമ്മൾ തന്നെ നേരിട്ട് കാണുകയുണ്ടായി, ജസ്റ്റ് ബേൺ ഇറ്റ് ആൻഡ് റീച്ച് ഹെവൻ എന്ന്. ഒറ്റ പ്രാവശ്യം കത്തിച്ചാൽ മതി, അവൻ സ്വർഗത്തിലെത്തും. അവൻ എത്തുന്നത് സ്വർഗത്തിലോ നരകത്തിലോ എന്ന് കമ്പനിക്കാർ കാണൂലല്ലോ. ഇത് കത്തിച്ച് അങ്ങ് റൂമിൽ വാതിലും അടച്ചിരുന്ന് കഴിഞ്ഞാൽ, സ്വാമി ഞാൻ സമാധിയായി, ഞാൻ സമാധി സുഖം അനുഭവിച്ചു എന്നാണ് ചിലർ പറയുന്നത്. എനിക്ക് നല്ല ധ്യാനം കിട്ടി സ്വാമി. ധ്യാനമല്ല, ഇതിൻ്റെ മണം അടിച്ചിട്ട് തീർത്തും ബോധം പോയതാ, മയങ്ങിപ്പോയതാ. ആ മയക്കത്തെയാണ് ധ്യാനമായിട്ടും സമാധിയായിട്ടൊക്കെ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ചന്ദനത്തിരി വാങ്ങി ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷേ ശുദ്ധമാണെന്ന് ഉറപ്പുള്ളത് ഉപയോഗിക്കുക. ശുദ്ധമായ വസ്തുവാണ്, അല്ലാത്തത് ഉപയോഗിക്കാതിരിക്കുക. അതുകൊണ്ട് പൂജാദ്രവ്യങ്ങൾ ഏതായാലും, ഇന്ന് നെയ്യെന്ന് പറഞ്ഞ് കിട്ടുന്ന ഭൂരിഭാഗവും മാംസഭാഗങ്ങളാണ്. അപ്പോൾ ശുദ്ധമായ വസ്തുക്കൾ വേണം പൂജയ്ക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാവട്ടെ. സാന്ദർഭികമായി പറഞ്ഞു, തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ശുദ്ധമായതാണ് ഈശ്വരനായി അർപ്പിക്കേണ്ടത്. അല്ലാത്തതിൽ നിന്നെല്ലാം വിപരീത ഫലമാണ് ലഭിക്കുന്നത്. മാംസവും മറ്റും പാകം ചെയ്ത ശേഷം ഉപേക്ഷിക്കുന്ന തികച്ചും അശുദ്ധമായ എണ്ണ ശേഖരിച്ച് അതിൽ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത് വിൽക്കുന്ന വിളക്കെണ്ണ ഈശ്വരവിശ്വാസികൾ വാങ്ങരുത്. അതുകൊണ്ട് വിളക്ക് കത്തിക്കുന്നത് പാപകർമ്മവുമാണ്. വിലക്കുറവ് കൊണ്ടാണ് അത് വാങ്ങുന്നതെങ്കിൽ മനസ്സിൽ ദീപം സങ്കല്പിച്ച് അത് ഭഗവാന് മുന്നിൽ അർപ്പിച്ചാൽ അതായിരിക്കും ശ്രേഷ്ഠം. തുടർന്ന് സനാതനധർമ്മം. 18 പുരാണങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ടാണ് ഭാഗവതം ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നത്. ശ്രവിക്കുന്നതും ഫലം, ശ്രവിപ്പിക്കുന്നവർക്കും ഫലം പകരുന്ന ഭാഗവതത്തിൻ്റെ ഭക്തി മഹത്വത്തെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സംസാരിക്കുന്നത്. നമ്മൾ വിശദമായൊരു ചർച്ചകൾ നടത്തി വരികയാണ്. ഭാഗവതം ശ്രവിക്കുന്ന ഭക്തൻ അല്ലെങ്കിൽ ഈശ്വരകാരുണ്യം ലഭിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കണം അയാളുടെ ജീവിതചര്യ, എങ്ങനെയായിരിക്കണം അയാൾ ജീവിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ വളരെ വ്യക്തമായ രീതിയിൽ ഭാഗവതത്തിൽ അവതരിപ്പിക്കുന്ന കഥകളിലൂടെ തന്നെ മനസ്സിലാക്കിക്കൊണ്ടുവരുന്നത്. ഏതൊരു കാര്യവും ശ്രവിക്കുക എന്നുള്ളത് എളുപ്പമാണ്, പക്ഷേ ആ ശ്രവിച്ചതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പല കാര്യങ്ങളും നമ്മൾ കേൾക്കുമെങ്കിലും കേട്ടതിനെ വിസ്മരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് ആധ്യാത്മിക വിഷയങ്ങൾ. ഒരാൾക്ക് രാവിലെ മുതൽ വൈകുന്നവരെ പണിയൊന്നുമില്ലെങ്കിൽ മാനസിക ഉല്ലാസം എന്ന നിലയ്ക്ക് ഒരു മലയാളി ശരാശരി TV കണ്ടുകൊണ്ടിരിക്കും. മാനസിക ഉല്ലാസമാണ് നമ്മുടെയൊക്കെ ജീവിത രീതികൾ. എല്ലാത്തിലും ഉല്ലാസം കണ്ടെത്തുക, അതായത് അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയും അതിൽ മടിയനായിരിക്കുകയും മാനസിക ഉല്ലാസത്തിൽ ആ മടിയിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങളിൽ മാത്രം വ്യാപരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നമ്മളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് ഒരു പരിഹാരമാണ് ഈ കഥകൾ ഭക്തിയോടുകൂടി, താല്പര്യത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി ശ്രവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ ശ്രവിക്കുന്നത് മനസ്സിലാക്കുക എന്നുള്ളത് അതിലും പ്രധാനമാണ്. മനസ്സിലാക്കിയത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് സുപ്രധാനമാണ്. അപ്പോൾ വ്യക്തിജീവിതത്തിലെ അനുഷ്ഠിക്കേണ്ടതായ കാര്യങ്ങൾ കഥാംശത്തിലൂടെ മനസ്സിലാക്കി ചേരുന്ന ഭാഗവതം എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം 18 പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നതും ആളുകൾ ഭക്തി ശ്രദ്ധാപൂർവം
വിശ്വസിച്ച് ആരാധിക്കുന്നതുമാകുന്നു. ശ്രവിക്കുന്നതിനും ഫലം, ശ്രവിപ്പിക്കുന്ന ആൾക്കും ഫലം. അതാണ് ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപാട് പേരിതിനെ ശ്രവിക്കുന്നുണ്ട്, ഒരുപാട് പേരിതിനെ പറഞ്ഞ് ഫലിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷേ അവിടെ ഭഗവാനിലേക്ക് മനസ്സ് തിരിച്ചു വിടുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കർമ്മം, കർത്തവ്യം. ഭാഗവതം മുഴുവൻ നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞാൽ, ഭാഗവതത്തിലെ ഓരോ കഥകളും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ ഉള്ളിൽ തട്ടിയ കഥാംശത്തെ സ്വാംശീകരിച്ചുകൊണ്ട് പ്രതിക്രിയ എന്ന നിലയ്ക്ക് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുമ്പോൾ അവൻ യഥാർത്ഥ ശ്രോതാവായി മാറി. വക്താവ് എപ്പോഴും ശ്രോതാവിനെ അനുകരിക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യക്തമായി ഗ്രഹിക്കാനും പ്രേരിപ്പിക്കുന്ന ആളായിരിക്കണം. നമ്മൾ പലപ്പോഴും നമുക്കറിയാം, അടുക്കും ചിട്ടയും ഇല്ലാത്ത വ്യക്തിജീവിതത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങൾക്കോ ഒന്നിനും യാതൊരു പ്രാധാന്യമില്ല. ത്യാഗം, മനഃശുദ്ധി, ഇന്ദ്രിയാദിശുദ്ധി, പ്രവൃത്തികളിൽ ശുദ്ധി, ഇങ്ങനെയുള്ളതൊക്കെ അനുഷ്ഠിക്കപ്പെടുന്ന മഹത് വ്യക്തിത്വത്തിനെയാണ് ആരാധിക്കപ്പെടുന്നത്. അവരൊക്കെയാണ് നമ്മുടെ സദ്ഗുരുക്കന്മാർ. ഒരു നല്ല മനുഷ്യൻ മറ്റുള്ളവരുടെ തിന്മയെ ദുഷിപ്പിക്കുവാനോ അല്ലെങ്കിൽ അവൻ തിന്മയെന്ന് പറഞ്ഞ് കടുത്താക്ഷേപിക്കുവാനോ ശ്രമിക്കില്ല. അതാണ് ഭാഗവതം നൽകുന്ന ഏറ്റവും ശ്രദ്ധേയമായ വാണി. അവനവനിലെ തെറ്റുകൾ കണ്ടെത്തി തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഭാഗവത ശ്രോതാവിനെ ഭാഗവതം എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ ജീവിതത്തിൽ ആർജിച്ചിട്ടുള്ള അറിവിൻ്റെ സംസ്കാരം, ഇതെല്ലാം പരിവർത്തനം ചെയ്ത ഒരു മനസ്സുമായി ശക്തമായൊരു ജീവിതം പടുത്തുയർത്തുവാൻ ഒരു ഭാഗവത ഭക്തന് സാധിക്കണം. അടിസ്ഥാനപരമായിട്ട് അവന് വേണ്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. തുംഗഭദ്ര എന്ന് പറയുന്ന നദിയുടെ തീരത്ത് ആത്മദേവൻ എന്ന് പറയുന്ന ഒരു സാധു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. പണ്ഡിതനാണ്, ശ്രേഷ്ഠകർമ്മങ്ങളെ ചെയ്യുള്ളൂ, ഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന ഒന്നാണ്. എപ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം മറ്റുള്ള വ്യക്തികൾക്ക് മാതൃകയാകുന്നത്, അപ്പോഴാണ് ശരിക്കും നമ്മൾ യഥാർത്ഥ ജീവിതത്തിൻ്റെ ഗുണനിലവാരത്തിൽ എത്തിയെന്ന് നമുക്ക് ബോധ്യമാകുകയുള്ളൂ. മറ്റുള്ളവർ യാതൊരുവിധ മാതൃകയും കാണിക്കാത്ത ഒരു ജീവിതം കൊണ്ട് ഒരിക്കലും ഒരു പ്രയോജനവും ഇല്ല. ആത്മദേവൻ എന്ന് പറയുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനാവുന്ന ഏറ്റവും വലിയ മൂല്യം അതാണ്. മറ്റുള്ളവർക്ക് മാതൃകയായ സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ അറിയുവാൻ നാം എല്ലാവരും ശ്രമിക്കണം. ആ മഹത്വത്തെ അറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ പല ദോഷങ്ങളിൽ നിന്നും പലതിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. അത് തന്നെ തുടർ ക്ലാസ്സുകളിൽ നമുക്ക് കേട്ടുകൊണ്ടേ ഇരിക്കാം. പുറത്തെ തെറ്റുകളല്ല, അവനവനിലെ തെറ്റുകൾ ബോധ്യപ്പെട്ട് തിരുത്തി മുന്നോട്ട് പോകാനാണ് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായി തീരുമ്പോഴാണ് യഥാർത്ഥ ജീവിതത്തിൻ്റെ നിലവാരത്തിലേക്ക് നമ്മൾ ഉയരുന്നത്. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
जगन्नाथनाथं सदानन्दभाजां भवाद्भव्यभूतेश्वरं भूतनाथं शिवं शङ्करं शम्भुमीशा